ഇത് ഒരു സാധാരണ യുദ്ധത്തിന്റെ കഥയല്ല. ഇത് മനസ്സിന്റെ ശക്തി ചരിത്രം മാറ്റിയ ഒരു നിമിഷത്തിന്റെ കഥയാണ്. ശരീരം ദുർബലമായിരുന്നെങ്കിലും തന്റെ കടമയോട് ഒരിക്കലും പിന്മാറാത്ത ഒരു സൈന്യാധിപന്റെ കഥ. ആ പേര് ലച്ചിത് ബോർഫുക്കൻ. 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വലിയൊരു ഭാഗം മുഗൾ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു: കൂടുതൽ ഭൂമി, കൂടുതൽ അധികാരം. അവർ മുന്നേറുമ്പോൾ പല രാജ്യങ്ങളും അവരുടെ മുന്നിൽ കീഴടങ്ങി. എന്നാൽ ഒരു പ്രദേശം മാത്രം അവരുടെ മുന്നിൽ ഉറച്ചുനിന്നു: അസം. നദികളും കാടുകളും ചുറ്റിപ്പറ്റിയിരുന്ന അഹോം സാമ്രാജ്യം പ്രകൃതിയുടെ ശക്തിയുമായി ചേർന്നൊരു രാജ്യമായിരുന്നു. പക്ഷെ പ്രകൃതി മാത്രം ഒരു സാമ്രാജ്യത്തെ തടയാൻ മതിയായിരുന്നില്ല. അവർക്കൊരു നേതാവ് ആവശ്യമായിരുന്നു. ആ സമയത്ത് മുന്നോട്ട് വന്നത് ഒരു വീരനായിരുന്നു: ലച്ചിത് ബോർഫുക്കൻ. തന്ത്രബുദ്ധിയിലും ധൈര്യത്തിലും പ്രശസ്തനായ ഒരു സൈന്യാധിപൻ. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളിയുണ്ടായിരുന്നു. അവൻ ഗുരുതരമായി രോഗബാധിതനായിരുന്നു. ശരീരം ക്ഷീണിച്ചിരുന്നെങ്കിലും അവന്റെ മനസ്സ് തളർന്നിരുന്നില്ല. ചുറ്റുമുള്ളവർ അവനോട് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ലച്ചിത് ശാന്തമായി മറുപടി പറഞ്ഞു: രാജ്യം അപകടത്തിലാണ്, ഞാൻ പിന്നോട്ടില്ല. ആ വാക്കുകളിൽ അവന്റെ ആത്മവിശ്വാസം മാത്രമല്ല, തന്റെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു. മുഗൾ സൈന്യം വലുതായിരുന്നു. നേരിട്ടേറ്റുമുട്ടിയാൽ വിജയം എളുപ്പമല്ലായിരുന്നു. പക്ഷേ ലച്ചിത് യുദ്ധത്തെ വേറിട്ട രീതിയിൽ കണ്ടു. അവൻ വാളുകൾക്കപ്പുറം ചിന്തിച്ചു. അവൻ തന്റെ ദൃഷ്ടി ബ്രഹ്മപുത്രയിലേക്ക് തിരിച്ചു. അതൊരു സാധാരണ നദിയല്ലായിരുന്നു, അതവന്റെ തന്ത്രത്തിന്റെ കേന്ദ്രമായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ അവരെ തടയേണ്ടത്, അവൻ തന്റെ സൈന്യത്തോട് പറഞ്ഞു. നദിയിൽ യുദ്ധം നടന്നാൽ ശത്രുവിന്റെ ശക്തി കുറയും. അവിടെ ബുദ്ധിയും ധൈര്യവും വിജയിക്കും. അങ്ങനെ സാരൈഘാറ്റ് യുദ്ധം ആരംഭിച്ചു. നദിയുടെ നടുവിൽ തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ബോട്ടുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അമ്പുകൾ ആകാശം നിറഞ്ഞു. വാളുകൾ ഏറ്റുമുട്ടി. ഓരോ നിമിഷവും ജീവനും മരണവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അഹോം സൈന്യം ധൈര്യത്തോടെ പോരാടിയെങ്കിലും ശത്രുവിന്റെ ശക്തി വളരെ കൂടുതലായിരുന്നു. ആ സമയത്ത് ലച്ചിത് അത്യന്തം ദുർബലനായിരുന്നു. എന്നാൽ അവൻ പിന്നോട്ടില്ലായിരുന്നു. അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. തന്റെ വാളെടുത്തു. അവൻ യുദ്ധഭൂമിയിലേക്ക് നടന്നു, തന്റെ സൈന്യത്തിന്റെ മുന്നിലേക്ക്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പിന്നോട്ടു പോകരുത്. ആ വാക്കുകൾ സൈന്യത്തിന്റെ മനസ്സ് മാറ്റി. അവർ വീണ്ടും പോരാടി. കൂടുതൽ ശക്തിയായി. യുദ്ധത്തിന്റെ ദിശ മാറി. അവസാനം മുഗൾ സൈന്യം പിന്മാറി. ഒരു വലിയ സാമ്രാജ്യം ഒരു മനുഷ്യന്റെ ധൈര്യം നിറഞ്ഞ മനസ്സിനു മുന്നിൽ തോറ്റു. ലച്ചിത് ബോർഫുക്കൻ ശരീരം ദുർബലമായിരുന്നെങ്കിലും തന്റെ കടമയിൽ ഒരിക്കലും വീഴ്ച വരുത്തിയില്ല. ചില പേരുകൾ സമയം കടന്നുപോയാലും മായുന്നില്ല. അവ ചരിത്രത്തിൽ നിലനിൽക്കും. ലച്ചിത് ബോർഫുക്കൻ.